അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. 103-ാം സങ്കീർത്തനം 13-14 വചനങ്ങൾ. മാതാപിതാക്കൾക്ക് മക്കളോട് കരുണ തോന്നുന്നു. അവർ എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റ് അവരോട് ക്ഷമിക്കുവാൻ അവർക്ക് മക്കളോട് കരുണയുള്ളവരാണ്. ഇതുപോലെ പിതാവായ ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണയാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ സകല സൃഷ്ടികളെക്കാളും മനോഹരമായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ സകല സർവചരാചരവും ഉണ്ടാകട്ടെ എന്ന് വായ്കൊണ്ട് കൽപ്പിച്ചുളവാക്കിയപ്പോൾ മനുഷ്യ സൃഷ്ടി അങ്ങനെയായിരുന്നില്ല. സ്വന്തം രൂപത്തിലും സ്വന്തം ഭാവത്തിലും സ്വന്തം കൈകൊണ്ട് മെനഞ്ഞെടുത്ത് ജീവശ്വാസം ഊതി നിർമ്മിച്ചതാണ് മനുഷ്യൻ. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപത്തിന്റെ കനി ഭക്ഷിച്ച മനുഷ്യന് ന്യായമായി ലഭിക്കേണ്ട ശിക്ഷയാണ് മരണം. പാപത്തിന്റെ ശമ്പളം മരണമാണ്, ആളിക്കത്തുന്ന തീപ്പൊയ്കയാണ്. എന്നാൽ പിതാവായ ദൈവത്തിന്റെ മക്കളോട് ഉള്ള കരുണ തോന്നി അവരെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. സഹോദരന് വേണ്ടി ജീവൻ ത്യജിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ ധാരാളമുണ്ട്. ചാൾസ് ഡാർണി എന്ന യുവാവ് സിഡ്നി കാർട്ടൺ എന്ന തൻ്റെ സ്നേഹിതനെ രക്ഷിക്കുവാൻ ജീവൻ ബലി കഴിച്ച ഹൃദയസ്പർശിയായ ഒരു കഥയാണ് രണ്ട് പട്ടണങ്ങളുടെ കഥ, ടെയിൽ ഓഫ് ടു സിറ്റീസ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ചരിത്ര സംഭവം ഇപ്രകാരമാണ്. 1941 പോളണ്ടിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ഒരു തടവുകാരൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ക്യാമ്പിലെ കമാൻഡർ കുപിതനായി. 24 മണിക്കൂറിനകം രക്ഷപ്പെട്ടവനെ കിട്ടാത്ത പക്ഷം മറ്റ് 10 തടവുകാർ മരണശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. 1941 ജൂലൈ 1-ാം തീയതി 4 മണിക്ക് ക്യാമ്പിൽ മുഴുവൻ തടവുകാരെയും നിരയായി നിർത്തി. അതിലൊരു യുവാവ് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് മാറി നിന്ന് കമാൻഡറോട് ഇപ്രകാരം പറഞ്ഞു: സർ, ഈ യുവാവ് തടവിലായ ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വിവരം അറിഞ്ഞു. അതിനെ കാണുവാൻ കൊതിച്ചു കാത്തിരുന്നപ്പോഴാണ് ഇപ്പോൾ മരണവിളി ഉണ്ടായത്. ദയവായി ഞാൻ അവന് പകരം മരിച്ചുകൊള്ളാം. കേണൽ അത്ഭുതപ്പെട്ടു പോയി. രക്ഷിക്കാൻ മറ്റൊരുവൻ മരിക്കുന്നു. അദ്ദേഹം അത് അനുവദിച്ചു. പകരക്കാരനെ ചേർത്ത ശേഷം ആ 10 പേരെയും വെടിവെച്ച് കൊല്ലുവാൻ കൽപ്പിച്ചു. സഹോദരന് വേണ്ടി വെടിയേറ്റ് മരിച്ച തടവുകാരന്റെ പേർ മാക്സ് മില്ലിയൻ കോബ് എന്നാണ്. തൻ്റെ കൂട്ടുകാരന് വേണ്ടി വെടിയേറ്റ് മരിച്ച ആ വ്യക്തി എന്നും അറിയപ്പെടും. ആ യുവാവ് എത്രമാത്രമാണ് ആ സഹോദരനോട് കടപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെയും അവസ്ഥ. യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ബോധ്യം ഉണ്ടാകണം. പണ്ട് പാപപരിഹാരത്തിന് വേണ്ടി പാപം കുഞ്ഞാടിന്മേൽ ചുമത്തി അതിനെ ബലി കഴിക്കുമായിരുന്നു. അതുപോലെ യേശുവാകുന്ന കുഞ്ഞാടിന്മേൽ മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവനും ചുമത്തപ്പെട്ടു. യേശു യാഗമായി. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-5-6 വചനങ്ങൾ. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യവർഗം പാപത്തിന്റെ കൊടും തീയിൽ വെന്തെരിയുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് ആകാശം ചായ്ച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനെ രക്ഷിപ്പാൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയർ 2:6-8 വരെ. പാപികളായ നമുക്ക് അർഹതപ്പെട്ടത് മരണമാണ്, കത്തുന്ന തീപ്പൊയ്കയാണ്. ആ തീപ്പൊയ്കയിൽ നിന്നും കോരിയെടുത്ത് അർഹമായ ശിക്ഷ നൽകാതിരുന്നതാണ് ദൈവത്തിന്റെ കരുണ. ജീവിതത്തിൽ അർഹതയില്ലാത്ത പലതും നൽകി ഇന്നത്തെ പോലെ ശ്രേഷ്ഠമായി നിർത്തിയിരിക്കുന്നത് ദൈവകൃപയാണ്. നമ്മുടെ അതിക്രമങ്ങളാൽ മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങളാൽ തകർന്നും നമ്മുടെ സമാധാനത്തിന് വേണ്ടി അവൻ ക്രൂശിൽ വേദനയേറ്റ് പിടഞ്ഞു കിടന്നു. ഇതിലും വലിയ കരുണ ആർക്കാണുള്ളത്? ആ കരുണയാൽ നാം ഇന്നും ജീവിക്കുന്നു. ആ കരുണാമയനെ എന്നും നമുക്ക് നമിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.